ട്രെയിനിലെ പാൻട്രിയിൽ വെള്ളം ചോദിച്ചെത്തിയ യാത്രക്കാരന്റെ ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ച ജീവനക്കാരൻ അറസ്റ്റിലായി. നേത്രാവതി എക്സ്പ്രസ് യാത്രക്കാരനായ മുംബൈ സ്വദേശി 24-കാരൻ അഭിഷേക് ബാബുവിനാണ് പൊള്ളലേറ്റത്. പാൻട്രി കാർ മാനേജറായ ഉത്തർപ്രദേശ് സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഇയാൾ ആക്രമിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. മുംബൈയിൽ നിന്നും യുവാക്കളായ ആശിഷ്, അനീഷ്, കിഷൻ, തേജസ്, സിദ്ദേശ്, അഭിഷേക് ബാബു എന്നിവർ തൃശൂർ തൃപ്രയാറുള്ള ആശിഷിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ രാത്രി കയ്യിൽ കരുതിയിരുന്ന വെള്ളം കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞു. ഇതിനെ തുടർന്നാണ് പാൻട്രിയിൽ പോയത്. അപ്പോൾ 200 രൂപയാണ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇത് ചില്ലറ നൽകാനായി ഉണ്ടായിരുന്നില്ല. ഇതേ സംബന്ധിച്ച് അവിടെ ഒരു വാഗ്വാദം ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ തിരിച്ച് അവരവരുടെ സീറ്റിലേക്ക് വരുന്നു. അപ്പോഴാണ് ഇവരുടെ കുറച്ച് വസ്തുക്കൾ ഈ പാൻട്രിയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം ഇവരറിയുന്നത്. പിറ്റേ ദിവസം ഇതെടുക്കാനായി കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ്, വെള്ളിയാഴ്ച പോയപ്പോഴാണ് ശരീരത്തിൽ ഇത്തരത്തിൽ പാൻട്രിയിലെ ജീവനക്കാരൻ തിളച്ച വെള്ളം കോരി ഒഴിച്ചത്. അത്തരത്തിലാണ് ഇതിൽ ഒരു യുവാവിന് പരിക്കേറ്റത്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.